ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം പോകുന്നു. എ ഷാജഹാൻ ലൈവ്. വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിനായിട്ട് ജില്ലാ തലത്തിൽ കൺട്രോൾ റൂമുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്ത് കൺട്രോൾ റൂമുണ്ട്. യഥാസമയം കൃത്യമായി ഓരോ പോളിംഗ് സ്റ്റേഷനിലും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് വീക്ഷിക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ആ പോളിംഗ് സ്റ്റേഷനിലെ കാര്യങ്ങൾ കാണുകയും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് ഉള്ള സൗകര്യമാണ് കൺട്രോൾ റൂം വഴി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയുമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അത് മാധ്യമ വാർത്ത വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ സൈബർ സെല്ലിലേക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ തന്നെ അത് പിൻവലിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. കൂടാതെ അത് ഷെയർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അത് മാറ്റിയിട്ടുള്ളതായിട്ടും പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ഭരണാധികാരിയും പരിശോധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് തുടർ നടപടികളുണ്ടാകും. പരാതി കിട്ടിയിട്ടില്ല. കൺസേൺ റിട്ടേണിംഗ് ഓഫീസറാണ് അത് പരിശോധിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ ആദ്യ തലത്തിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ പരിശോധിക്കുകയും കൂടുതൽ നടപടി ആവശ്യമാണ് എങ്കിൽ അത് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. റിട്ടേണിംഗ് ഓഫീസറും കളക്ടറുമാണ്. ഇന്നത്തെ ഈ വോട്ടെടുപ്പ് വളരെ സമാധാനപരമായി നടത്തുന്നതിന് സഹകരിച്ച എല്ലാ ജീവനക്കാരെയും പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അഭിനന്ദിക്കുകയാണ്. ഇതേ ക്രമീകരണം തന്നെയായിരിക്കും നാളെയും മറ്റന്നാളും ഉണ്ടാകുക. മറ്റന്നാൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ശനിയാഴ്ച 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 14 ജില്ലാ കളക്ടറേറ്റിലും ആണ് വോട്ടെണ്ണുക. അത് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലാ കളക്ടറേറ്റിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് മാത്രമായിരിക്കും എണ്ണുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വോട്ടുകൾ ബ്ലോക്ക് തലത്തിൽ ക്രമീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും 152 ബ്ലോക്ക് തല കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. കൂടാതെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അതത് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയും വോട്ടുകൾ എണ്ണുന്നതാണ്. രാവിലെ മുതൽ തന്നെ ട്രെൻഡിൽ ഈ റിസൾട്ട് ലഭ്യമാകും. അത് ഉച്ചയോടുകൂടി വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നത്തെ 7 ജില്ലകളിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അറിയിക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. 75% പോളിംഗ് ആകെ പ്രതീക്ഷിക്കുന്നു. അന്തിമ കണക്ക് 8 മണിയോടെ ഉണ്ടാകുമെന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി തെക്കുഭാഗം ഹൈസ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. അവിടെ റീപോളിംഗ് മറ്റന്നാൾ നടക്കുമെന്നാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഉള്ളത് വോട്ടെണ്ണലാണ്. അത് 13-ാം തീയതിയാണ്. 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണുക. ഒപ്പം 14 ജില്ലാ കളക്ടറേറ്റുകളിലും വോട്ടെണ്ണലുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ എ ഷാജഹാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.